ആരോടനുസരിച്ച് വന്നാൽ മതി. ആരോടനുസരിച്ച് പറഞ്ഞു അതനുസരിച്ച് വന്നാൽ മതി. പ്രവർത്തത്തെ കർത്തവ്യം ദൈവമാർഗികം കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠനരശാർദൂല കർത്തവ്യം ദൈവമാർഗികം. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു, അമ്മച്ചി വാട്സാപ്പിൽ അവരുടെ ബയോഡേറ്റ പിന്നെ ഈ 67-ാം വയസ്സിലല്ലോ വാട്സാപ്പും ബയോഡേറ്റയും അമ്മച്ചി ഇത് പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പൊ ജോയി പാപ്പി ഷാജിനൊക്കെ പറഞ്ഞൊന്നും പെണ്ണിന് കിട്ടുന്നില്ല. എപ്പോഴുണ്ടല്ലോ ബയോഡേറ്റ, ആധാർ, റേഷൻ, പാൻ കാർഡ് എല്ലാം വേണം. ഒരു കാര്യം ചെയ്യും അമ്മച്ചി, ഒരു കാര്യം ചെയ്യും, എനിക്ക് പറഞ്ഞു ഞാൻ എല്ലാം എഴുതിയെടുത്തോ. എന്റെ ഏജ് വേള മുത്താണ് ജോയ്. അവന് പഠിപ്പൊക്കെ നിറയെ ഉണ്ട്. 10ാം ക്ലാസ്സിൽ 5 സർട്ടിഫിക്കറ്റ്. പക്ഷെ ഒരേ ഒരു കൊതെന്ന് പറഞ്ഞാൽ അല്പം കഴിക്കും. മാറി ചെന്നാലേ അവനെ തപ്പാൻ പറ്റും. ഇന്നത്തെ കാലത്ത് തള്ളൂടിനൊക്കെ പറഞ്ഞ വലിയൊരു സ്റ്റാറ്റസ് അതൊന്നും സാരമില്ല. പക്ഷെ പറഞ്ഞാൽ എന്ത് ചെയ്യും ജോയി? വരുന്നു. അമ്മച്ചിയെ ജോയിക്കുള്ള പെണ്ണൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ബാക്കിയുള്ളവര് രണ്ടാമത്തേവനാ പാപ്പി. അവനെ കുറിച്ചൊന്നും പറയണ്ട. എവിടെ ചീട്ടുണ്ടോ അവിടെ ഉണ്ട് പാപ്പി. ഭയങ്കര ഡാൻസുകാരനാ. ഡാൻസ് എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയ ചീട്ടും കളിച്ച് കളഞ്ഞ് നടക്കും. എടാ പാപ്പിയേ,
പാപ്പിയെ പേരറിയോ? ഹാപ്പി വിജു. നിങ്ങളുടെ അപ്പന്റെ പേര് കേട്ട ഒറ്റ ഒരാളെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പനെ പോലത്തെ സ്വഭാവമുള്ള ഒറ്റ ഒരാളെന്ന് വെച്ചാൽ ഷാജി എന്ന് പറഞ്ഞു. അവനും ഗതി കേട്ടു പോയി. എന്ത് ചെയ്യടാ ഷാജി? അമ്മച്ചിയെ പിള്ളേരെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ, നല്ലതായിട്ട് അറിയുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ പിള്ളേർക്കുള്ള പെണ്ണൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കൾ നല്ല നല്ല ദൈവഭയത്തിലും നല്ല അച്ചടക്കത്തിലൊക്കെ വളർന്ന പിള്ളേരാണ്. അപ്പോഴേ ഇവരുടെ സ്വഭാവം കണ്ടാൽ മിക്കവാറും കയ്യിൽ നിന്ന് പോകും. വളയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ഓ, നീ അവരെ കുറിച്ചാണോ പറയുന്നത്? ഒന്ന് പോടാ ഉയരം. അവരുണ്ടല്ലോ എന്റെ ബിജുച്ചായന്റെ മക്കളാ. അവിടെ പെൺപിള്ളേരെ നല്ല നൈസായി വളർത്തും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ കവലെ പോയാൽ പിള്ളേരെ കാണാൻ പറ്റും. കാരണം അവർ പള്ളിയിൽ നിന്ന് വരുന്ന സമയമാണ്. അപ്പൊ പിള്ളേരെ വിളിക്കും, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. ആ, എന്നാ ശരി, നീ പോയിക്കോ. മക്കളെ ആ 3 നിര നടന്നു വരുന്ന പിള്ളേരില്ലേ, അവരാണ് നമ്പർ. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു കേട്ടോ.